ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. അമ്മേ ശരണം. അഥ ഏകത്രിംശത്തമോऽധ്യായ. ഗോപ്യ ഊജോ ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷു താവകാസ്ത്വയി ധൃതാസവസ്ത്വാം വിജിന്വദേ. ശരദുദാശയേ സാധുജാതസരസിജോദര ശ്രീമുഷാദൃശാം സുരതനാഥദേ ശുൽക്കദാസികാ വരദ നിഘ്നദോ നേഹ കിം വധാം. വിഷജലാപ്യയാദ്വ്യാളരാക്ഷസാദ് വർഷമാരുതാദ് വൈദ്യുതാനലാദ് വൃഷമയാത്മജാദ് വിശ്വതോ ഭയാദൃഷഭതേ വയം രക്ഷിതാമുഹു. ന ഖലു ഗോപികാനന്ദനോ ഭവാനഖിലദേഹിനാം അന്തരാത്മദൃഗ് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. വിരചിതാഭയം വൃഷ്ണിധുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയാൻ കരസരോരുഹം കാന്തകാമദം ശിരസി ധേഹി ന ശ്രീകരഗ്രഹം. വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയധ്വംസനസ്മിതാ ഭജ സഖേ ഭവത്കിങ്കരീ സ്മനോ ജലരുഹാനനം ചാരുദർശയാം. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഭണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷു ന കൃന്ധി ഹൃച്ഛയം. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണാം വിധികരീരിമാ വീരമുഹ്യതീരധരസീധുനാപ്യായയസ്വനാം. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം. ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം. രഹസി സംവിദോ യാ ഹൃദി സ്പൃശ കുഹഗനോ മനക്ഷോഭയന്തിഃ. ചലസി യദ്വ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഥ തേ പദം. ശിലതൃണാങ്കുരൈ സീദതീതി ന കലിലതാം മനകാന്തഗച്ഛതി. ദിനപരീക്ഷയേ നീലകുന്തളൈർ വനരുഹാനനം ബിഭ്രതാവൃതം. ഘനരജസ്വലം ദർശയൻ മുഹുർമനസി ന സ്മരം വീരയച്ഛസി. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപദി.
ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേഷ്വർപ്പയാധിഹൻ സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ഠുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം വിതരവീരനസ്തേധരാമൃതം അടതിയൽ ഭവാനന്യകാനനം തൃഡിർയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജഡ ഉദീക്ഷതാം പക്ഷ്മകൃദൃശാം പതിസുതാന്വയ ഭ്രാതൃബാന്ധവാനതിവിലംഘ്യതേന്ദ്യച്യുതാഗതാ ഗതിവിദസ്തവോദ്ഗീതമോഹിതാ കിതവയോഷിത കസ്ത്യജേന്നിശി രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിദാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യ ധാമദേ മുഹുരതിസ്പൃഹാ മുഹ്യതേ മനാം വ്രജവനൗകസാം വ്യക്തിരംഗതേ വൃജിനഹന്ദ്ര്യലം വിശ്വമംഗളം ത്യജമനാക്ഷനസ്ത്വൽസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യന്നിഷൂദനം യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസി തദ്വ്യധതേന കിം സ്വിൽ കൂർപ്പാദിഭിർഭ്രമദിധിർഭവദായുഷാം നാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോऽധ്യായം. അഥ ദ്വാത്രിംശത്തമോऽധ്യായः. ശ്രീശുക ഉവാച. ഇതി ഗോപ്യപ്രഗായന്ത്യ പ്രലഭന്ത്യശ്ച ചിത്രധാ രുരുദു സുസ്വരം രാജൻ കൃഷ്ണദർശനലാലസാ താസാമാവിരഭൂത് ശൗരീ സ്മയമാനമുഖാംബുജാ പീതാംബരധരസ്രഗ്വീ സാക്ഷാൽ മന്മഥമന്മഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാസക്രീഡ രാസപഞ്ചാധ്യായി, 5 അധ്യായങ്ങൾ. അതാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാരായണം ചെയ്തത് 31-ാമത്തെ അധ്യായം. ഗോപികുമാരുടെ അവസ്ഥ. പരവശകളായിത്തീർന്നു ഗോപികുമാർ. ഭഗവാൻ തന്നെ വിട്ടുപോകുന്നവർ വിചാരിച്ചില്ല. ഭഗവാന്റെ കൂടെ കളിച്ച് രസിച്ച് ആനന്ദ നൃത്തം ആടിക്കൊണ്ടൊക്കെ അങ്ങനെ കഴിയുമ്പോൾ അവരറിയാതെ അവർക്കൊരു സൗഭഗമതം എന്നുള്ളൊരു വികാരം ഉണ്ടായതാണ്. ഭഗവാൻ തനിക്ക് കീഴ്പ്പെട്ടു പോയി എന്ന് മനസ്സിലായി എന്ന് ധരിച്ചുകൊണ്ട് അവർ അല്പം സ്വാതന്ത്ര്യം പ്രയോഗിച്ചപ്പോഴാണ് ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായത്. അവരെല്ലായിടത്തും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പ്രാർത്ഥിച്ചിട്ടും ഭഗവാനെ കാണാനായിട്ട് സാധിച്ചില്ല. ഹാ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജാം താസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. വല്ലാതെ പശ്ചാത്തപിച്ചുകൊണ്ട് അവർ ഭഗവാനോട് താണു വീണ് അപേക്ഷിച്ചു. ഭഗവാനെ ക്ഷമിക്കണേ, ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരണേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നെല്ലാം താണു വീണ് പറഞ്ഞിട്ടും ഭഗവാൻ എത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവർ പിന്നെ ആ രാത്രിയിൽ പരസ്പരം ഭഗവാന്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ട് ആ ഗോപികുമാർ കാളിന്തി തീരത്തിങ്ങനെ കഴിച്ചു, യമുനാ തീരത്ത് കഴിച്ചു കൂട്ടിയതാണ്. അവർ എന്തെല്ലാമാണ് ഭഗവാനെ പറ്റി ചിന്തിച്ചത്, പ്രാർത്ഥിച്ചത് എന്ന് വർണ്ണിക്കുന്നു ഈ ഗോപികാഗീതത്തിൽ. ഓരോ ഗോപികളും
ഓരോ ശ്ലോകങ്ങൾ പറയുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഒരു സൃഷ്ടി. നമുക്ക് നോക്കാം. ജയതി തേധികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്ര ഹി ദയിത ദൃശ്യതാം ദിക്ഷുതാവക സ്വയി ധൃതാസവസ്വാം വിചിന്വതേ. ഹേ പ്രിയതമനായിട്ടുള്ള കൃഷ്ണ, ദയിതാനാണ്. തേ ജന്മന, അങ്ങ് ഇവിടെ അവതരിച്ചതുകൊണ്ടാണ് ഈ ഗോകുലമൊക്കെ ഒരു ഉത്കർഷതയിലേക്ക് എത്തിയിരിക്കുന്നത്. വ്രജ ഗോകുലം അധികം ജയതി, വളരെയധികം ഉത്കർഷതയിൽ വളരെ സന്തോഷമായി തരുന്നത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്. എന്താ കാരണമെങ്കിൽ ഇന്ദിരാ ശശ്വതത്രഹി, ഇന്ദിര ലക്ഷ്മീദേവി എപ്പോഴും അങ്ങയുടെ ഹൃദയത്തിൽ ശയിക്കുന്നു, അങ്ങയുടെ ഹൃദയത്തെ ആശ്രയിച്ച് കഴിയണു. അങ്ങനെയുള്ള ഭഗവാൻ, ആ ഭഗവാനെയാണ് ഇനിയാണ് ഞങ്ങളിതാ അന്വേഷിച്ച് നടക്കുന്നത്. ഞങ്ങളുടെ ഈ ഗോകുലത്തിൽ മറ്റുള്ള ലോകങ്ങളെക്കാളെല്ലാം ശ്രേഷ്ഠത വന്നത് തന്നെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ്, ഇവിടെ അവതരിച്ചത് കൊണ്ടാണ്. ലക്ഷ്മീദേവിയുടെ നിത്യ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ട് കൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവാനെ അങ്ങയുടെ അവതരിച്ചുകൊണ്ടാണ്. അവിടത്തേക്ക് വേണ്ടി മാത്രം പ്രാണനെ ധരിച്ചുകൊണ്ടാണ് ഞങ്ങളിതാ ഇതുവരെ ജീവിച്ചത്. ഞങ്ങൾ ദാസിമാരാണ് അങ്ങയുടെ. അങ്ങയെ കാണാനായിട്ട് ഇതാ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ. കാണാൻ കഴിയാത്ത ആ ഒരു ദുഃഖം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം തകർന്ന് ഞങ്ങൾ വല്ലാത്തൊരു കരയുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ ദയനീയത അങ്ങ് മനസ്സിലാക്കണേ. ഞങ്ങൾക്ക് ദർശനം നൽകി അങ്ങ് അനുഗ്രഹിക്കണേ. ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശാം സുരതനാഥ തേ ശുൽക്കദാസിക വരദ നിഘ്നതോ നേഹ കിം വധാം. ശരദുദാശയേ, ശരത്കാലത്ത് ഈ സുന്ദരമായിട്ടുള്ള ഈ ഹൃദത്തിൽ ജാതു സാധ സൽ സരസിജോദര ശ്രീമുഷ, അങ്ങയുടെ ആ ശോഭനമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ അന്തർഭാഗത്തിലുള്ള ശോഭയൊക്കെ വളർന്നു വരുന്നു. ഈ ആനന്ദപ്രദനായിട്ടുള്ള അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ദാസികളായിട്ടുള്ള ഞങ്ങളെ വിട്ട് പിരിഞ്ഞങ്ങ് പോകുക എന്നുള്ളത് വളരെയധികം കഷ്ടമല്ലേ ഭഗവാനെ. ഈ ചെന്താമര പൂവിൻ്റെ ഇതളിനെപ്പോലും നിഷ്പ്രഭമാക്കി തീർക്കുന്നതാണ് അങ്ങയുടെ കണ്ണുകളുടെ മാഹാത്മ്യം, കണ്ണുകളുടെ സൗന്ദര്യം. അങ്ങ് ആ കടാക്ഷം കൊണ്ട് ഞങ്ങളെയൊക്കെ അങ്ങയുടെ ദാസികളാക്കി മാറ്റി, നിഷ്കാമമായിട്ടുള്ള ദാസികളായിത്തീർന്നു ഞങ്ങളെല്ലാവരും. പരമാനന്ദം മൂർത്തിമൽഭാവം സ്വീകരിച്ചതാണ് ഭഗവാനെ അങ്ങ്. പരമാനന്ദത്തിൻ്റെ ഉറവിടമാണ് അങ്ങ് എന്നർത്ഥം. അങ്ങനെയുള്ള അങ്ങയുടെ ദാസികളായിത്തീർന്ന ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കരുതേ. അങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ്. അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങ് ഞങ്ങളുടെ ഹൃദയമൊക്കെ തകർന്ന് മരിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിക്കുമോ? ഒരിക്കലും അങ്ങ് അങ്ങനെ വിചാരിക്കില്ല എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ള തോന്നൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോരോ അവസരങ്ങളിലും അങ്ങ് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ സ്മരിക്കണു. വേറൊരു ഗോപി, വിഷജലാപ്യയാൽ വ്യാളരാക്ഷസാൽ വർഷമാരുതാൽ വൈദ്യുതാനലാൽ വൃഷമയാത്മജാൽ വിശ്വതോ ഭയാൽ ഋഷഭം തേ വയം രക്ഷിതാമുഹു. ഞങ്ങളെ ഒരിക്കലും വല്ലാതെ കഷ്ടപ്പെടുന്നതും ദുഃഖിക്കുന്നതും അങ്ങേക്ക് ഇഷ്ടമാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിചാരം. ഓരോരോ അവസരങ്ങളിൽ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത് ഞങ്ങളിങ്ങനെ ഓർക്കുകയാണ്. കാളിന്തി ജലം
വിഷലിപ്തമായിരുന്ന ആ ജലം കുടിച്ച് നമ്മുടെ കുട്ടികളൊക്കെ മരിച്ചപ്പോൾ, നമ്മുടെ പശുക്കുട്ടികളൊക്കെ ബോധം കെട്ട് വീണപ്പോൾ അവർക്കൊക്കെ വേണ്ട ജീവൻ കൊടുത്ത് അവരെ ജീവിപ്പിച്ചതെല്ലാം ഭഗവാനെ അങ്ങ് തന്നെയല്ലേ. വിഷജലാപ്യയാൻ വ്യാളരാക്ഷസാൽ. അതുപോലെ സർപ്പമായിട്ട് ഭവിച്ച അഘാസുരൻ, വ്യാളരാക്ഷസനായിത്തീർന്ന അഘാസുരൻ, ആ അഘാസുരൻ ഞങ്ങളുടെ മക്കളെയൊക്കെ വിഴുങ്ങിയ സമയത്ത് അവരെ അങ്ങ് കൊന്ന് ഞങ്ങളുടെ കുട്ടികളെ രക്ഷിച്ചില്ലേ. അതുപോലെ തന്നെ ഇന്ദ്രൻ സൃഷ്ടിച്ചിട്ടുള്ള കൊടുങ്കാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു, കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അതുപോലെ ഓരോരോ അസുരന്മാർ, അരിഷ്ടാസുരൻ, വ്യോമാസുരൻ, അവരുടെയൊക്കെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചു. ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഞങ്ങളെ മരണത്തിൽ നിന്ന് അങ്ങ് രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയെ കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലായി തീർന്നു ഞങ്ങൾ. ഞങ്ങളുടെ തീവ്ര ദുഃഖം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം ഇതാ തകർന്ന് ഞങ്ങൾ മരിക്കാറായി. അങ്ങ് അതിന് ഇടവരുത്തരുതേ. ഇത് കേട്ടപ്പോൾ വേറൊരു ഗോപിക പറയാണ്, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദയിവാൻ സാത്വതം കുലേ. അല്ലയോ ഭഗവാനെ, സഖേ എന്നാണ് ഭഗവാൻ, സഖാവായിട്ടാണ് ഭഗവാനെ അവർക്ക് കാണാൻ സാധിക്കുള്ളൂ. അഖിലദേഹിനാം അന്തരാത്മദൃക്, എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവിൻ്റെ സാക്ഷിയാണ് അങ്ങ്. അന്തര്യാമിയായിട്ടിരിക്കുന്ന ആത്മസാക്ഷിയാണ് അങ്ങ്. വിഘനസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതുകൊണ്ടാണല്ലോ അങ്ങ് ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് ഈ യാദവരുടെ കുലത്തിൽ വന്ന് ജനിച്ചത്. അങ്ങ് വെറും യശോദയുടെ മകനായിട്ടുള്ള വെറും ഒരു യാദവൻ എന്നല്ല, അങ്ങനെ ഒരു ഗോപകുമാരനല്ല എന്നർത്ഥം. ആ ഗോപിക സ്മരിക്കുകയാണ്, എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള പരമാത്മാവാണ് അങ്ങ്. ബ്രഹ്മാവിൻ്റെ അപേക്ഷയനുസരിച്ചാണ് അങ്ങ് ലോകത്തെ രക്ഷിക്കാനായിട്ട് ഈ യാദവ കുലത്തിൽ വന്ന് അവതരിച്ചത്. ഈ ഒരു ദേവരഹസ്യം മനസ്സിലായി ആ ഗോപികയ്ക്ക് എന്നർത്ഥം. വല്ലാതെ മനസ്സ് വിങ്ങി ഭക്തി കൊണ്ട് മനസ്സങ്ങ് ശുദ്ധമായി തീർന്നപ്പോൾ ഈ ഒരു രഹസ്യം, ഭഗവാന്റെ അവതാരമൂർത്തിയാണ് കൃഷ്ണൻ എന്നുള്ള രഹസ്യം ആ ഗോപികയ്ക്ക് മനസ്സിലായി. അപ്പം അത് പറഞ്ഞപ്പോൾ വേറൊരു ഗോപിക പറയാണ്, വിരചിതാഭയം വൃഷ്ണിതുല്യ തേ ചരണമീയുഷാം സംസൃതേർഭയാൽ കരസരോരുഹം കാന്ത കാമദം ശിരസി ധേഹി ന ശ്രീകരഗ്രഹം. വൃഷ്ണികളിൽ വച്ചൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള വൃഷ്ണിതുല്യ, അല്ലയോ കാന്ത, ഈ സംസാര ഭയം നിമിത്തം, സംസൃതേ ഭയാൽ, സംസാരത്തിലുള്ള ഭയം നിമിത്തം തേ ചരണം ഈയുഷ, അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചവർക്ക് അങ്ങ് അഭയം കൊടുക്കണു. വിരചിതാഭയം, അഭയം കൊടുക്കണു അങ്ങ്. കാമദം, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കണു. അങ്ങനെയുള്ള അങ്ങയുടെ കരകമലത്തെ, മനോഹരമായിട്ടുള്ള കരങ്ങളെ, ലക്ഷ്മീദേവി പോലും ആശ്രയിക്കുന്ന അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയെന്നാണ്. കരസരോരുഹം നഹ ശിരസി ധേഹി, ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ഭഗവാനായതുകൊണ്ട് ഭഗവാനെ അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഇതാ ഗോപികുമാരെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഭഗവാന്റെ കൈകളെ ശിരസിൽ വെച്ചുകൊണ്ട് ആശ്രയിച്ചവരെ അഭയം കൊടുക്കുന്ന ആ കരയുഗളങ്ങൾ, എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന ആ കരങ്ങൾ, ലക്ഷ്മീദേവിയുടെ പാണിഗ്രഹണം ചെയ്ത ആ കരപല്ലവങ്ങൾ,
അത് ഞങ്ങളുടെ ശിരസിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് വേറൊരു ഗോപിക പ്രാർത്ഥിക്കുകയാണ്. വ്രജജനാസ്തിഹൻ വീര യോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതാം ഭജ സഖേ ഭവൽക്കിങ്കരീ സ്മനോ ജലരുഹാനനം ചാരുദർശയാം വ്രജജനാർത്തിഹൻ. അങ്ങനെ വ്രജവാസികളുടെയൊക്കെ ദുഃഖത്തെ, വ്രജജന ആർത്തി ദുഃഖത്തെയൊക്കെ ഹനിക്കുന്നവൻ ആണ് അങ്ങ്, ധീരനാണ് അങ്ങ്. അങ്ങനെ നിജജനസ്മയ ധ്വംസനസ്മിതാം, തൻ്റെ കൂട്ടുകാരുടെയൊക്കെ തൻ്റെ ജനങ്ങളുടെയൊക്കെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ, മന്ദഹാസത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ ഭവൽ കിങ്കരി, അങ്ങയുടെ കിങ്കരിമാരായിട്ടുള്ള, അങ്ങയുടെ ദാസികളായിട്ടുള്ള ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം. അല്ലയോ സഖേ, അല്ലയോ പ്രേഷ്ഠ, അല്ലയോ കൂട്ടുകാരാ. ചാരു ജലരുഹാനനം യോഷിതാം നഹ ദർശയാം, അങ്ങയുടെ മനോഹരമായിട്ടുള്ള ആ മുഖകമലം, ജലരുഹാനനം, ഞങ്ങൾക്ക് യുവതികളായിട്ടുള്ള ഞങ്ങളെ യോഷിതാം നഹ കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദർശയാം ജലരുഹാനനം ചാരു ദർശയാം. എല്ലാവരുടെയും ദുഃഖം നിശേഷം തീർത്ത് അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ എന്ന് ഞങ്ങൾക്കറിയാം. തൻ്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ഒരു അഹങ്കാരം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ തൻ്റെ മന്ദഹാസം കൊണ്ട് തന്നെ നശിപ്പിക്കുന്നവനല്ലേ ഭഗവാനെ അവിടുന്ന്. ഞങ്ങൾക്ക് ലേശം ഒരു അഹങ്കാരം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അങ്ങ് വിചാരിച്ചാൽ അതിനൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മറഞ്ഞ് ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ ഭഗവാനെ? ഞങ്ങളെ നോക്കി ഒരു ചെറു പുഞ്ചിരി തൂക്കിയാൽ പോരെ? ഞങ്ങളുടെ ഈ അഹങ്കാരം എല്ലാം നശിക്കില്ലേ? ഞങ്ങൾ അവിടുത്തെ ദാസിമാരല്ലേ കൃഷ്ണ? ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ആ മനോഹരമായിട്ടുള്ള അങ്ങയുടെ മുഖപങ്കജം കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ. വേറൊരു ഗോപി ഇത് കേട്ടപ്പോൾ പറയാണ്, പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷു ന കൃന്ധിഹൃച്ഛയം. നമസ്കരിക്കുന്നവരുടെ പാപത്തേക്ക് നശിപ്പിക്കുന്നവനാണ് അങ്ങ്. പ്രണതദേഹിനാം പാപകർശനം, പ്രണതദേഹിനാം പ്രണമിക്കുന്നവരുടെ, നമസ്കരിക്കുന്നവരുടെ പാപത്തേക്ക് നശിപ്പിക്കുന്നു. തൃണചരാനുഗം ശ്രീനികേതനം. തൃണചരാനുഗം, പശുക്കളുടെയൊക്കെ പിന്നാലെ നടന്നുകൊണ്ട് പശുക്കൾക്ക് വേണ്ടത് തിന്നാനായിട്ട് കൊടുക്കുന്ന കരുണാവാരിധിയായിട്ടുള്ള നിന്തിരുവടി, ആ ഭഗവാനിൽ തന്നെയാണ് ശ്രീനികേതനം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനവും അവിടെ തന്നെയാണ്. ആ പാദങ്ങൾ ഫണിഭണാർപ്പിതം തേ പദാംബുജം, കാളിയൻ്റെ ശിരസിൽ വെച്ച് കാളിയനെ അനുഗ്രഹിച്ച അങ്ങയുടെ പാദങ്ങൾ താമരപ്പൂ പോലെ, പദാംബുജം, അംബുജം പോലെ ഇരിക്കുന്ന അങ്ങയുടെ പാദങ്ങൾ, പാദത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടും ന കുചേഷു, ഞങ്ങളുടെ കുജങ്ങളിൽ വെച്ചുകൊണ്ട് ഹൃച്ഛയം കൃന്ധി, ഞങ്ങളുടെ മനസ്സിലുള്ള താപത്തെ അങ്ങ് നശിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമസ്കരിക്കുന്നവരുടെയൊക്കെ എല്ലാ ഗുണങ്ങളെയും ദോഷങ്ങളെയും ഒന്നും ആലോചിക്കാതെ അവരുടെ പാപം നശിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അവരെ അനുഗ്രഹിക്കും. അങ്ങേക്ക് പശുക്കളെ പരിപാലിക്കുന്നതിന് പോലും യാതൊരു മടിയില്ല എന്നർത്ഥം. പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പശുക്കൾ അല്ല എന്ന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് പശുക്കളായിട്ട് പറയാം. ജീവനുള്ളവരെല്ലാവരും പശുക്കളാണ്. ഭഗവാൻ പശുപാലകനാണ്, എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നവനാണ് എന്നർത്ഥം. അങ്ങനെ പശുക്കളെ കൂടി പരിപാലിക്കാൻ ഒരുങ്ങിയത് കൊണ്ട് ഭഗവാൻ അവരുടെ പിന്നാലെ സഞ്ചരിക്കും. എല്ലാ ജീവന്മാരുടെ ഹൃദയത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ശ്രീദേവി പോലും ഭഗവാന്റെ ഹൃദയത്തിൽ വാസസ്ഥാനമായിട്ടിരിക്കുന്നു.
തൻ്റെ ശൗര്യം കൊണ്ട് കാളീൻ്റെ ശിരസിൽ ചവിട്ടിയിട്ട് ആ വിഷമാകുന്ന അഹങ്കാരത്തെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങ്. അങ്ങയുടെ പാദകമലം ഞങ്ങളുടെ കുജതടങ്ങളിൽ വെക്കണേ എന്നാണ് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന മന്മഥ താപത്തെ അങ്ങ് തീർത്ത് രക്ഷിക്കണേ ഭഗവാനെ. ഈ കാമം എന്നുള്ളൊരവസ്ഥ അതിൻ്റെ ഇരിപ്പ് ഹൃദയസ്ഥാനത്തിലാണെന്ന് പറയുക. അതാണ് കുജത്തിൻ്റെ പ്രത്യേകത. സ്ത്രീകളെ സംബന്ധിച്ച് കുജമാണല്ലോ ഹൃദയസ്ഥാനം. അപ്പോൾ അവിടെയാണ് ഈ കാമത്തിൻ്റെ നിവാസം. ആഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന അവിടുന്നാണ് അത്രേ. അവിടെ ഭഗവാന്റെ പാദങ്ങൾ വെച്ചുകൊണ്ട് കാമത്തിന് നാശം സംഭവിപ്പിച്ചു തരണേ എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇവിടെ പ്രകടിപ്പിക്കുകയാണ് ആ ഗോപിക. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിയാജ്ഞ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളാണല്ലോ ഈ ജീവാത്മാവിൻ്റെ വാസസ്ഥാനങ്ങൾ. കുണ്ടലിനി മുതൽ അങ്ങനെ ഭ്രൂമധ്യം വരെയുള്ള ആജ്ഞ എന്നുള്ള ഭ്രൂമധ്യം വരെയുള്ള ഭാഗത്താണ് ഈ ജീവശക്തികൾ നിലകൊള്ളുന്നതെന്നാണ് പറയുക. കുണ്ടലിൽ നിന്ന് പുറപ്പെടുത്ത് അതിനെ എടുത്തു കൊണ്ടുവന്ന് ഭ്രൂമധ്യത്തിലേക്ക് എത്തിയിട്ട് വേണം നമ്മുടെ എന്താ പറയുക മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ശരീരം ത്യജിക്കുന്ന സമയത്ത് ഈ ശക്തിയെ അങ്ങനെ കൊണ്ടുവരണം എന്നാണ് പറയുക. ഓരോ ഹൃദയത്തിൻ്റെ ഓരോ സ്ഥാനങ്ങളിലും മൂലാധാരത്തിൽ കൂടെ, സ്വാധിഷ്ഠാനത്തിൽ കൂടെ, മണിപൂരകത്തിൽ കൂടെ അങ്ങനെ അനാഹതം, ഹൃദയം എന്ന് പറഞ്ഞാൽ അനാഹതം എന്നാ പറയുക, ഹൃദയസ്ഥാനം. അവിടെയാണ് സ്ത്രീകളുടെ കുജസ്ഥാനം. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ ആ പാദങ്ങൾ ഞങ്ങളുടെ കുജങ്ങളിൽ വെച്ചുകൊണ്ട് മന്മഥ താപത്തെ ഇല്ലാതാക്കി ഞങ്ങളുടെ കാമങ്ങളുടെ നാശം അങ്ങ് സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണാം വിധികരീരിമാ വീര മുഹ്യധീരധരസീധുനാപ്യായസ്വന. പുഷ്കരേക്ഷണ, പുഷ്കരം എന്ന് പറഞ്ഞ താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ള ഭഗവാനെ, സുന്ദരമായ കണ്ണുകളുള്ളവനെ, താമരദള ലോചന എന്നൊക്കെ പറയില്ലേ. മാത്രമല്ല അങ്ങയുടെ വാക്കുകൾ വൽഗുവാക്യയാം, മനോഹരമായിട്ടുള്ള വാക്കുകൾ, ബുധമനോജ്ഞയാം, മനസ്സിനെ ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള ആ വാക്കുകൾ. ആ മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് മുഹ്യതി വിധികരി, ദാസികളായിട്ടുള്ള ഞങ്ങളൊക്കെ മോഹിച്ചിരിക്കുന്നു അങ്ങയുടെ വാക്കുകളും അങ്ങയുടെ സുന്ദരമായിട്ട് രൂപവും കണ്ടുകൊണ്ട്. അങ്ങനെയുള്ള ഞങ്ങളെ അധരസീധുന ആപ്യയസ്വ, അങ്ങയുടെ അധരാമൃതം കൊണ്ട് ഞങ്ങളെ ജീവിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേറൊരു ഗോപിക. ചന്താമരാക്ഷനായിട്ട് ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ ഓരോ വാക്കുകളും അതിമനോഹരമാണ്, മാധുര്യം ഉണ്ടാക്കുന്നതാണ്. അത്തരം വാക്കുകളുടെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല. പണ്ഡിതന്മാർക്കാണ് അതൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ അങ്ങയുടെ ഉപദേശങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം അറിയാതെ കുഴങ്ങാണ് ഞങ്ങളെപ്പോലുള്ളവർ, ദാസിമാരായിട്ടുള്ള ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു ജ്ഞാനം പകർന്നു തരാൻ അങ്ങയുടെ അധരാമൃതം ഞങ്ങൾക്ക് തരണം എന്ന് പറയാണ്. അധരാമൃതം കൊണ്ടാണ് ജ്ഞാനം വർദ്ധിക്കുക. ആ ഒരു ഭാവം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഇവിടെ ഈ ഗോപിക പ്രാർത്ഥിക്കുന്നത്. അധരസീധുന ആപ്യായസ്വന തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാഹം. തപ്തജീവനം, തപിച്ചിരിക്കുന്നവരെ, ദുഃഖമുള്ളവരുടെ എന്നൊക്കെ അർത്ഥം. അല്ലെങ്കിൽ ഭഗവാനെ അത്രത്തോളം മനസ്സിൽ ഉൾക്കൊണ്ടവരുടെ ജീവിതം അവരെ ജീവിപ്പിക്കുന്നു ഭഗവാൻ. തപ്തജീവനം കവിഭി ഈഡിതം. കവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്.
ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടവനാണ് ഭഗവാൻ. അവരുടെയൊക്കെ കൽമഷാപഹം, പാപത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അത് ഭഗവാന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ ശ്രവണമംഗളം, മംഗളത്തെ നൽകണു. ശ്രീമത് തവാം കഥാമൃതം, ആ ശാന്തമായിട്ടുള്ള ശ്രീമത്തായിട്ടുള്ള അങ്ങയുടെ കഥയാകുന്ന അമൃതത്തെ ഭുവി യേ ആതതം, ഭൂമിയിൽ ആരാണോ അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നത്, അങ്ങയുടെ കഥകളെയൊക്കെ ഗൃണന്തി, അങ്ങനെയുള്ള ജനങ്ങളെ ഭൂരിത, അവര് ഭാഗ്യവാന്മാരാണ്, പൂർവജന്മത്തിൽ പുണ്യം ചെയ്തവരാണ് അത്തരം ആൾക്കാർ. ഭഗവാന്റെ ഓരോ കഥകളും അമൃതിനേക്കാൾ മാധുര്യം നൽകുന്നവയാണ്. ആകെ തപിക്കുന്നവരുടെ, സംസാരതാപം കൊണ്ട് ദുഃഖിക്കുന്നവരുടെ ഹൃദയത്തെ ഉജ്ജീവിപ്പിക്കുന്നവയാണ് ഭഗവത് കഥകൾ. അത് ജ്ഞാനികളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും നിശേഷം നശിച്ചു പോകുന്നു. കേൾക്കുന്നവർക്ക് മംഗളമുണ്ടാക്കി തീർക്കുന്നു ഭഗവത് കഥകൾ. അങ്ങനെയുള്ള സർവ്വ ഐശ്വര്യങ്ങൾ നൽകുന്ന ഭഗവാന്റെ കഥകളെ എപ്പോഴും കീർത്തിക്കാൻ കഴിയുന്നവർ പൂർവജന്മത്തിൽ പുണ്യം ചെയ്തവരാണ് എന്ന് പറയാണ്. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാഹൃദി സ്പൃശ കുഹകനോ മന ശോഭയന്തി. പ്രിയ കുഹക ഹി തേ പ്രഹസിതം, അങ്ങയുടെ പ്രകടമായിട്ടുള്ള ഒരു ഹാസമുണ്ടല്ലോ, ആ പുഞ്ചിരി, അതിൻ്റെ ഫലമായിട്ട് മാത്രമല്ല പ്രേമവീക്ഷണം, ഭഗവാന്റെ നോട്ടം, പ്രേമസഹിതമായിട്ടുള്ള നോട്ടം, ധ്യാനമംഗളം, ധ്യാനം കൊണ്ട് മംഗളപ്രദമായിട്ടുള്ള അങ്ങയുടെ വിഹരണം, ക്രീഡ, അങ്ങയുടെ ലീലകളെ പറ്റി സ്മരിക്കുമ്പോൾ മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ആ ലീലകൾ ഹൃദിസ്പൃശ, അത് ഹൃദയത്തിനെ നല്ലപോലെ ബാധിക്കുന്നു. മാത്രമല്ല അങ്ങയുടെ രഹസ്യ സംവിധ, രഹസ്യമായിട്ടുള്ള സല്ലാപങ്ങൾ, ഏകാന്തത്തിലിരിക്കുമ്പോൾ അങ്ങ് ഓരോ കാര്യങ്ങൾ പറയാറില്ലേ, അതെല്ലാം നഹ മന ശോഭയന്തി, ഞങ്ങളുടെ മനസ്സിനെ ശോഭിപ്പിക്കണു എന്ന് പറയാണ്. ഭഗവാന്റെ ഹാസം, വീക്ഷണം, ക്രീഡ, സല്ലാപം, 4 തരം ഭാവങ്ങൾ. പുഞ്ചിരി, അങ്ങയുടെ നോട്ടം, അങ്ങയുടെ ലീലകൾ, അങ്ങനെയായിട്ടുള്ള സല്ലാപങ്ങൾ എല്ലാം മനസ്സിനെ വളരെയധികം ഉദ്ദീപിപ്പിക്കുന്നവയാണ്. ആ പുഞ്ചിരി ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല ഭഗവാനെ. ധ്യാനിക്കുന്നവർക്ക് അങ്ങയുടെ കാരുണ്യ കടാക്ഷം മംഗളം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങയുടെ ലീലകൾ ഹൃദയത്തിൽ പതിയത്തക്ക വിധത്തിൽ അത്ര മനോഹരമാണ്. ഏകാന്തത്തിൽ വെച്ച് അങ്ങ് അരുളി ചെയ്ത ഓരോരോ വാക്കുകളും അവയെപ്പറ്റിയൊക്കെ നമ്മൾ സ്മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭക്തിഭാവം കൊണ്ട് തരളിതമായി തീരുന്നു. അങ്ങേ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. ചരസിയദ്വ്രജാചാരയൻ പശൂൻ നളിനസുന്ദരം നാഥ തേ പദം ശിലതൃണാങ്കുരൈ സീതതീതിന കലിലതാം മന കാന്ത ഗച്ഛതി. അല്ലയോ കൃഷ്ണ, നാഥ, കാന്ത, യത് പശൂൻ ചാരയൻ, പശുക്കളെയൊക്കെ ജീവജാലങ്ങളൊക്കെ ചിരിപ്പിച്ചുകൊണ്ട് ബ്രജാൽ ചലസി, ഗോകുലത്തിലങ്ങ് ചലിക്കുന്ന സമയത്ത് നളിന സുന്ദരം തേ പദം, അങ്ങയുടെ ആ സുന്ദരമായിട്ടുള്ള കാലുകൾ ശിലതൃണാങ്കുരൈ, കല്ലുകൾ കൊണ്ടൊക്കെ അല്ലെങ്കിൽ പുല്ലിൻ്റെ കുറ്റികളെ കൊണ്ടൊക്കെ വേദനിക്കുമ്പോൾ സീതതി ഇതി, അത് തളരുമെന്ന് വിചാരിച്ചുകൊണ്ട് നഹമന, ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായിത്തീരുന്നു. കലിലതാം ഗച്ഛതി, ഞങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കാറുണ്ടെന്ന് പറയാണ്. രാവിലെ അങ്ങ് വൃന്ദാവനത്തിൽ നിന്ന് പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്, പശുക്കളൊക്കെ മേയിച്ചു കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സ്
എപ്പോഴും അസ്വസ്ഥമാകാറുണ്ട്. കാരണം വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് വല്ല കല്ലോ മുള്ളോ പുല്ലോ ഒക്കെ തട്ടിയിട്ട് അങ്ങയുടെ ആ മൃദുവായിട്ടുള്ള പാദപല്ലവങ്ങൾ വേദനിച്ചിട്ടുണ്ടാവുമോ എന്നാണ് ഞങ്ങൾ വിചാരിക്കാറ്. അതുപോലെ അത്രത്തോളം ഞങ്ങളെ ഭഗവാനെ അങ്ങേ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങളുടെ മനസ്സ് വല്ലാതെ തളരാറുണ്ട് ഭഗവാനെ. ദിനപരീക്ഷയേ നീലകുന്തളയ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹു മനസ്സി ന സ്മരാം വീര യച്ഛസി. അങ്ങനെ ദിനപരീക്ഷയെ ദിവസം അവസാനിക്കുന്ന സമയത്ത് നീലകുന്തളൈ ആവൃതം, ആ നീല നിറമുള്ള അങ്ങയുടെ തലമുടികളാൽ മൂടപ്പെട്ടതായിട്ടുള്ള ആ തലമുടികളിൽ നിറച്ച് ഘനരജസ്വലം പൊടികൾ നിറഞ്ഞുകൊണ്ട് ആ മുഖത്തും നിറയൊക്കെ പൊടിയും പടലങ്ങളായിട്ടുണ്ടാവും. വനരുഹാനനം, താമരപ്പൂ പോലെ ഇരിക്കുന്ന ആ മുഖമൊക്കെ വാടി. അല്ലയോ ഭഗവാനെ വീര ബിഭ്രൽ ദർശയൻ, അങ്ങനെയുള്ള അങ്ങയുടെ രൂപം ഞങ്ങൾക്ക് കാട്ടിത്തരാറില്ലേ അങ്ങ്? ആ രൂപം നഹ മനസ്സി, ഞങ്ങളുടെ മനസ്സിൽ സ്മരം മുഹു യച്ഛസി, കാമവികാരത്തെ ഉണ്ടാക്കുകയാണ്, മന്മഥ താപത്തെ ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാന്നിധ്യം തരാത്തത്? രാവിലെ ഉഷാറായിട്ട് കൂട്ടുകാരോട് കൂടി പശുക്കളോട് കൂടി ഗോകുലത്തിൽ നിന്ന് വൃന്ദാവനത്തിലൊക്കെ പോയി കാടുകളിൽ അലഞ്ഞ് നടന്ന് കളികളും തമാശകളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാവുമ്പോൾ അങ്ങ് വരാറുണ്ടല്ലോ. വരുന്ന സമയത്ത് അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ടാവും, കൂട്ടുകാരൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അങ്ങയുടെ നീലക്കുറുനിരകൾ പാറി പറക്കുന്നുണ്ടാവും. വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിട്ടുള്ള അങ്ങയുടെ സുന്ദരമായിട്ടുള്ള മുഖം അത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ കാമതാപം കൊണ്ട് വ്യഥിക്കാറുണ്ട് ഭഗവാനെ. ഞങ്ങളുടെ മനസ്സ് അങ്ങയുടെ സ്മരണ കൊണ്ട് വല്ലാത്ത വിഷമാവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചേരാറുണ്ട്. ദുഃഖപൂരിതമാകാറുണ്ട് ഞങ്ങളുടെ മനസ്സ്. അങ്ങനെയുള്ള ഞങ്ങളെ എന്തിനാണ് അങ്ങ് ഉപേക്ഷിക്കുന്നത്? അങ്ങയുടെ സംഘത്തെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഒരു ഗോപിക. പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധേയമാപതി ചരണപങ്കജം സന്തമം ചതേ രമണ നസ്തനേഷ്വർപ്പയാധിഹൻ. അല്ലയോ കൃഷ്ണ, ആധിഹൻ രമണ, എല്ലാ ദുഃഖങ്ങളെയും തീർക്കുന്ന അല്ലയോ കൃഷ്ണ. പ്രണതകാമദം പത്മജാർച്ചിതം, എല്ലാവരുടെയും അങ്ങയെ ആശ്രയിക്കുന്നവരുടെയൊക്കെ അഭീഷ്ടത്തെ നൽകുന്ന ആ പാദങ്ങൾ, ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ട പാദങ്ങൾ. ധരണിമണ്ഡനം, ഭൂമിക്ക് അലങ്കാരമായിട്ടൊക്കെ ഇരിക്കുന്ന ആ പാദങ്ങളെ, ആപതിധ്യേയം, ആപത്ഘട്ടത്തിൽ ധ്യാനിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ള ആ പാദങ്ങളെ, സന്തമം തേ ചരണപങ്കജം, സംതമം പരമസുഖത്തെ നൽകുന്ന അങ്ങയുടെ പാദകമലത്തെ നാസ്തനേഷു, ഞങ്ങളുടെ സ്തനത്തിൽ അർപ്പണം ചെയ്യണേ, ഞങ്ങളുടെ ഹൃദയത്തിൽ വെക്കണേ ഭഗവാനെ. എല്ലാവരുടെയും ശരണം പ്രാപിക്കുന്നവരുടെയൊക്കെ സർവാഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന ഭഗവാൻ. എല്ലാവരും അങ്ങയെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രഹ്മാവും ലക്ഷ്മീദേവിയും എല്ലാവരും പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ പാദകമലങ്ങൾ. ആപൽഘട്ടത്തിലൊക്കെ ധ്യാനിക്കേണ്ടതായിട്ടുള്ള ആ പാദങ്ങൾ, അങ്ങനെ ധ്യാനിക്കുന്നതിൻ്റെ ഫലമായിട്ട് മംഗളം നൽകുന്നു എല്ലാവർക്കും അങ്ങനെയുള്ള ചരണകമലങ്ങൾ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ദുഃഖം, വിരഹദുഃഖം അങ്ങ് തീർത്തു തരണേ ഭഗവാനെ. ഏ കാന്ത, ഞങ്ങളെ മറക്കരുതേ. ഞങ്ങളുടെ കുജതരങ്ങളിൽ അങ്ങയുടെ പാദങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ മന്മഥ താപം നിഷ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സുരതവർദ്ധനം ശോകനാശനം
സ്വരിതവേണുനാ സുഷ്ടു ചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീര നേധരാമൃതം. അല്ലയോ കൃഷ്ണ, വേറെ ഗോപിക പറയാണ്, സുരതവർദ്ധനം ശോകനാശനം. എല്ലാവിധത്തിലും സുരത സുഖത്തേക്ക് വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ശോകനാശനം, ദുഃഖത്തേക്ക് നശിപ്പിക്കണു. സ്വരിതവേണുനാം സുഷ്ടു ചുംബിതം. ആ ഓടക്കളയിൽ വിളിക്കുമ്പോൾ ആ വേണുവിനെയൊക്കെ ശോഭനമായിട്ട് ചുംബിക്കുന്നു. അങ്ങ് എപ്പോഴും ചുംബിക്കപ്പെടുന്നതായിട്ടുള്ള നൃണാം ഇതരരാഗ വിസ്മാരണം. ആ ഓടക്കളിൽ നിന്ന് ആദ്യം കേട്ടാൽ പിന്നെ ഇതരരാഗ വിസ്മാരണം, വേറെ എന്തെങ്കിലും സുഖത്തെ പറ്റി ചിന്തിക്കില്ല എന്നർത്ഥം. എനിക്ക് മറന്നുപോകും. അങ്ങനെയുള്ള അങ്ങയുടെ അധരാമൃതം, തേ അധരാമൃതം ഞങ്ങൾക്ക് തരണേ ഭഗവാനെ. പരമാനന്ദത്തെ നൽകുന്നതാണ് അങ്ങയുടെ ഓടക്കുള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന ആ നാദം. ദുഃഖത്തെ നിശേഷം നശിപ്പിക്കുന്നതാണ് ആ ഓടക്കുള്ളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ നാദം. അത് കേട്ടുകഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഇല്ലാതായിത്തീരുന്നു. ആ നാദാമൃതം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കണേ എന്ന് ഒരു ഗോപിക പ്രാർത്ഥിക്കുകയാണ്. ആത്മാനന്ദ സുഖം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണേ. പുരുഷന്മാർ കൂടി ആഗ്രഹിക്കുന്ന ആ അധരാമൃതം, ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ആസ്വാദ്യകരമായിട്ടുള്ള അധരാമൃതം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗോപികമാർ. പുരുഷന്മാർ കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീകളായ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റെന്നാണ്. കാമത്തിന് ശാന്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ആ പരമമായിട്ടുള്ള അമൃതപാനം അത് സേവിക്കാനായിട്ട് ആഗ്രഹിക്കും. സർവകാമശാന്തിയാകുന്ന ഫലം കിട്ടുന്നർത്ഥം അതിൻ്റെ ഫലമായിട്ട്. അങ്ങനെയുള്ള നിന്തിരുവടി ഞങ്ങളുടെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഗോപിക. അടതീയദ്ഭവാനന്ധിവാകാനനം തുടർയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ചതേ ജഡ ഉദീക്ഷതാം പക്ഷമകൃദൃശാം അന്ധി യദ്ഭവാൻ. പകൽ സമയത്ത്, അന്ധി എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് എപ്പോഴാണോ ഭഗവാൻ കാനനം അടതി വൃന്ദാവനത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ സാധിക്കില്ലല്ലോ. ത്വാം അപശ്യതാം. ആ സമയത്ത് ത്രുടി യുഗായതേ, ഒരു ക്ഷണം പോലും, ഒരു നിമിഷം പോലും, ത്രുടി എന്ന് പറയുമ്പോൾ ഒരു നിമിഷ സമയം പോലും യുഗം പോലെ തോന്നാറുണ്ട് ഞങ്ങൾക്ക്. യുഗായതേ കുടിലകുന്തളം തേ ശ്രീമുഖം. അങ്ങയുടെ മനോഹരമായിട്ടുള്ള മുടിയോടുകളോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ആ മുഖത്തെ ഞങ്ങൾക്ക് ഉദീക്ഷതാം ദൃശാം, ഉത്കണ്ഠയോടുകൂടി നോക്കുന്ന ഞങ്ങൾക്ക് കാണാൻ സാധിക്കാറില്ല. പക്ഷമക്കൾ, ഈ പോളകളൊക്കെ എന്തിനാ സൃഷ്ടിച്ചത്? കൺപോളകളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവിനോടൊരു ചോദ്യമാണത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പറയാണ്. കണ്ണടയ്ക്കാനായിട്ട് ഇടവരുത്തരുതേ. എപ്പോഴും ഞങ്ങൾക്ക് സംഘ പരിത്യാഗം ചെയ്തുകൊണ്ട് അങ്ങയുടെ സമീപത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കണേ. അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗോപിക. പകൽ സമയത്തൊക്കെ വൃന്ദാവനത്തിൽ പശുക്കളെ മേച്ച് നടക്കാണല്ലോ കൃഷ്ണൻ്റെ പതിവ്. ആ സമയത്തൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കില്ല ഈ ഗോപികമാർക്ക്. അപ്പോൾ ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാണ് അവർക്ക് തോന്നാറ് എന്നർത്ഥം. വൈകുന്നേര സമയത്ത് വൃന്ദാവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ആ മനോഹരമായിട്ടുള്ള കുറുനിരകൾ, അതുകൊണ്ട് ശോഭിക്കുന്ന ആ മുഖാരവിന്ദത്തെ, മാത്രമല്ല പശുക്കളുടെ കുളമ്പടികളിൽ നിന്ന് പാറിപ്പറക്കുന്ന പൊടികൾ ആ മുഖാരവിന്ദത്തെ ബാധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കാറുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ
ഞങ്ങളുടെ കൺപോളകൾ അടഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ കുറ്റപ്പെടുത്താറുണ്ട് ബ്രഹ്മാവിനെ. ഈ കൺപോളകൾക്ക് എന്തിനാണ് ഒരു അല്ല കൺപോളകൾക്ക് എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? ഇങ്ങനെ കണ്ണടയ്ക്കാനുള്ള യോഗം എന്തിനാണ് ബ്രഹ്മദേവൻ ഉണ്ടാക്കിത്തരുന്നത്? അടയ്ക്കാതെ എപ്പോഴും നോക്കി നിൽക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ കൺപോളകൾ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നത്? ഒരു നിമിഷ നേരം പോലും അങ്ങയെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രഹ്മദേവനോട് വിരോധം പറയുന്നത്. ആ കൺപോളകളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി അങ്ങയെ ദർശിക്കാൻ സാധിക്കുമായിരുന്നു. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേന്യച്യുതാഗതാം ഗതിവിതസ്തവോൽഗീതമോഹിതാം ഹിതവ യോഷിത കസ്യ ജന്നിഷി. അച്യുതാം ഗതിവിധ, അച്യുതനായിട്ടുള്ള എപ്പോഴും ആനന്ദസ്വരൂപനായിരിക്കുന്ന ച്യുതിയില്ലാത്ത അങ്ങയുടെ ഗതിയെ വയം അറിയുന്നവരായിട്ടുള്ള ഞങ്ങൾ തവ ഉൽഗീതമോഹിതാം, അങ്ങയുടെ മഹത്വങ്ങൾ വർണ്ണിച്ചുകൊണ്ട് ഉറക്കെ പാടിപ്പുകഴ്ത്താൻ ആഗ്രഹിച്ചവരായിക്കൊണ്ട് പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ, ഭർത്താക്കന്മാരെയോ പുത്രന്മാരെയോ ബന്ധുക്കളെയോ ഒക്കെ അത്ര പരിഗണന കൊടുക്കാതെ ആദരിക്കാതെ അങ്ങയുടെ സമീപത്തിരുന്നു കൊണ്ട് തേ അന്തി ആഗതാം, അങ്ങയുടെ സമീപത്ത് വന്ന് ഗീതവാം, അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്ത് വരുമ്പോൾ അല്ലയോ വഞ്ചകന കിതവ എന്നാണ് പറയുന്നത്. കിതവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഉപേക്ഷിച്ചില്ലേ, തങ്ങളെയൊക്കെ ഉപേക്ഷിച്ചില്ലേ, അതുകൊണ്ട് അങ്ങ് വഞ്ചകനാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ഒരു ഗോപിക. നമ്മുടെ ഭർത്താക്കന്മാരെയോ പുത്രന്മാരെയോ ബന്ധുക്കളെയോ സഹോദരന്മാരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ സമീപത്തേക്ക് ഇതാ ഓടി വന്നിരിക്കുന്നത്. അങ്ങയെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഓടി വരാൻ കാരണം? അങ്ങയെ ആശ്രയിച്ചാൽ പിന്നെ ഈ സംസാരത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള അവസ്ഥ ഞങ്ങൾക്കറിയാം. ഭഗവാനെ അത്യധികം ആശ്രയിച്ചവരാണ് ഞങ്ങൾ. അവിടുത്തെ വേണുഗാനം കേട്ട് മയങ്ങിയവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള അബലകളാണ്, പാവങ്ങളാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങളെ ഈ അർദ്ധരാത്രിയിലെ ഈ കൊടുങ്കാട്ടിൽ ഉപേക്ഷിച്ച് പോയത് ശരിയാണോ ഭഗവാനെ? എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനൊരു മനസ്സുണ്ടായത്? രഹസി സംവിധം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യധാമത്തെ മുഹുരതിസ്പൃഹാ മുഹ്യത്തെ മന. ഹൃച്ഛയോദയം രഹസി സംവിധം. ഹൃച്ഛയോദയം, ആ കാമദേവൻ്റെ ഉദയത്തോടുകൂടി ഏകാന്തത്തിൽ രഹസ്യ സംവിധം പ്രേമവീക്ഷണം, ആ രഹസ്യ ഏകാന്തത്തിലെ ആ പ്രേമത്തോടു കൂടിയിട്ടുള്ള അങ്ങയുടെ മന്ദഹാസത്തോടു കൂടിയിട്ടുള്ള നോട്ടം. പ്രഹസിതാനനം, ശ്രിയധാമ, ലക്ഷ്മീദേവിയുടെ ധാമമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള അങ്ങയുടെ വക്ഷസ്, ബൃഹൽ തേ ഉരാം, വിവരമായിരിക്കുന്ന അങ്ങയുടെ വക്ഷസ്, അതിനെയൊക്കെ മുഹു വീക്ഷ്യ, വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിട്ട് അതിസ്പൃഹ, ഞങ്ങൾക്ക് അധികമായിട്ട് താല്പര്യമുണ്ടാകുന്നു, ഞങ്ങളുടെ മനസ്സ് മോഹിക്കപ്പെടുന്നു. മന മുഹ്യതേ, ഞങ്ങളുടെ മനസ്സ് അങ്ങനെ ഭഗവാനെ അങ്ങയിൽ മോഹിപ്പിക്കപ്പെട്ട് കിടക്കുകയാണ്. ഏകാന്തത്തിൽ അവിടുന്ന് ഞങ്ങളോട് ഓരോരോ കാര്യങ്ങൾ പറയാറില്ലേ? മന്ദസ്മിത തൂകിക്കൊണ്ട് ഞങ്ങളെ നോക്കാറില്ലേ? ആ കാരുണ്യ കടാക്ഷത്താൽ വഴിഞ്ഞൊഴുകുന്ന അങ്ങയുടെ കണ്ണുകൾ, ലക്ഷ്മീദേവിയുടെ സ്ഥാനമായിട്ടുള്ള അങ്ങയുടെ വിശാലമായിട്ടുള്ള മാറിടം, ആ രൂപത്തെ അതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് വല്ലാതെ ആകർഷിച്ചില്ലേ? ഞങ്ങളുടെ മനസ്സ് വല്ലാതെ മയങ്ങിപ്പോകുന്നു ഭഗവാനെ. ഞങ്ങൾക്കൊരിക്കലും അങ്ങയെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങളൊരു മൂർച്ഛാവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നർത്ഥം. ഇതൊക്കെ പലപ്പോഴും ഞങ്ങൾക്ക് കാണാനായിട്ട് അങ്ങ് അനുവദിച്ചു. അങ്ങയുടെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ, ഹൃദയം,
എല്ലാം വക്ഷസ് എല്ലാം ഞങ്ങൾക്ക് കണ്ട് 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 ഞങ്ങളുടെ മനസ്സിൽ അങ്ങയോട് ചേരണമെന്നുള്ള ഇച്ഛ അധികരിച്ചിരിക്കുകയാണ്. അത് സാധിക്കണില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സൊക്കെ തളർന്ന് ഞങ്ങൾ മോഹാത്സ്യം പ്രാപിക്കണത്. അതുകൊണ്ട് ഭഗവാനെ ഓടി വരണേ എന്ന് സൂചിപ്പിക്കുകയാണ്. വ്രജവനൗകസാം വ്യക്തിരംഗ തേ വൃജിനഹന്ത്ര്യലം വിശ്വമംഗളം ത്യജമനാക്തനസ്വൽസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം യന്നിഷൂദനം. വീണ്ടും തേ വ്യക്തി വ്രജമലോകസാം വൃജനഹന്തി. അങ്ങയുടെ ഈ അവതാരം, കൃഷ്ണനായിട്ട് അവതരിച്ച അങ്ങയുടെ അവസ്ഥ അല്ലയോ ഭഗവാനെ, എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വ്രജവാസികളുടെയൊക്കെ ദുഃഖത്തെ വൃജനഹന്തി, ദുഃഖത്തേക്ക് നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ അവതാരം. ത്വൽസ്പൃഹാത്മനാം നഹ, അങ്ങയിൽ ആഗ്രഹത്തോടുള്ള മനസ്സോടുകൂടിയ ഞങ്ങൾക്ക് സ്വജനഹൃദ്രുജാം നിഷൂദനം യത് മനാക് ത്യജ. ഞങ്ങൾക്ക് എപ്പോഴും ഭഗവാനെ അങ്ങയുടെ ദർശനം, ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാക്കി തീർക്കുന്ന അങ്ങയുടെ ദർശനം, അങ്ങയിലുള്ള സ്നേഹം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയവ്യഥയൊക്കെ നിശേഷം നശിപ്പിക്കുന്നതാണ്. അതിനാൽ ഭഗവാനെ അങ്ങയെ ദർശനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണേ. അങ്ങ് ഞങ്ങളുടെ ഹൃദയരോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിദ്യ കൊണ്ട് ഞങ്ങളുടെ കാമബീജം അത് നശിപ്പിച്ച് നിത്യാനന്ദം നൽകുവാൻ അങ്ങയുടെ കരുണയുണ്ടാകണം എന്ന് പ്രാർത്ഥന. യത്തേ സുജാതചരണാംബുരുഹം സ്തനേഷു ഭീതാശ്വനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാടവീമടസിതവ്യഥേന കിംസിൽ കൂർപ്പാതിഭ്രമതിധേർ ഭവദായുഷാം നാം. അതാണ് അവസാനത്തെ ശ്ലോകം. അല്ലയോ പ്രേഷ്ഠ, അല്ലയോ പ്രിയാം, തേ യത് സുജാതചരണാംബുരുഹം, അങ്ങയുടെ ഈ സുജാതചരണാംബുരുഹം കോമളമായിട്ടുള്ള പാദപത്മത്തെ കർക്കശേഷു സ്തനേഷു ഭീതാശ്വനൈ, ഞങ്ങളുടെ കഠിനങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ എടുത്തു വെച്ചുകൊള്ളാം, ഞങ്ങൾ ധരിച്ചുകൊള്ളാം ഭഗവാനെ. തേന അടവീം, അങ്ങ് കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് കൂർപ്പാതിഭി, ഏതെങ്കിലും മുള്ളുകളെ കൊണ്ടോ കല്ലുകളിലൊക്കെ തട്ടിക്കൊണ്ട് വ്യഥതേന കിംസിൽ, വേദനിക്കുന്നില്ലേ? ഭവദായുഷാം ന, അങ്ങനെയുള്ള അങ്ങയുടെ ആ പ്രാണനോട് കൂടിയിട്ടുള്ള അങ്ങയെ ഞങ്ങളുടെ മനസ്സ് ഭ്രമിപ്പിക്കണു, മനസ്സിനെ ഭ്രമിപ്പിക്കണു എന്നർത്ഥം. അങ്ങയുടെ സുകുമാരമായിട്ടുള്ള പാദങ്ങൾ, മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മൃദുവായിട്ടുള്ള പാദങ്ങൾ ഞങ്ങൾ കാണാതെ കഴിക്കാനായിട്ട് അങ്ങ് ഇപ്പോൾ ഇരുട്ടിൽ സഞ്ചരിക്കല്ലേ, ഞങ്ങളെ കാണാതെ. അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വല്ല കല്ലോ മുള്ളോ പുല്ലോ എന്തെങ്കിലും തട്ടിയിട്ട് അങ്ങയുടെ പാദപല്ലവങ്ങൾ വേദനിച്ചാലോ? അത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ കൃഷ്ണ. ഞങ്ങളുടെ ഹൃദയത്തിൽ അഗാധമായിട്ടുള്ളൊരു മുറിവായിത്തീരും അങ്ങനെ സംഭവിച്ചാൽ. അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങൾക്ക് ആ വേദന ഒരിക്കലും താങ്ങാൻ കഴിയില്ല ഭഗവാനെ. അതുകൊണ്ട് വളരെ വേഗം ഇവിടെ പ്രത്യക്ഷപ്പെടണേ എന്ന് പറയാണ്. വളരെയധികം പ്രേമം നിമിത്തം പരവശകളായി തീർന്നു ഗോപികുമാർ. ഇതിലപ്പുറം അവർക്ക് ഇനിയൊന്നും പറയാനില്ല എന്നർത്ഥം. ഭഗവാന്റെ ആ കോമളമായിട്ടുള്ള പാദപീഠങ്ങൾ ഞങ്ങളുടെ കാഠിന്യമുള്ള കുജതടങ്ങളിൽ തട്ടിയാൽ അതിന് വേദന ഉണ്ടായാലോ എന്നുപോലും അവർ ഭയപ്പെടുകയാണ്. എന്നാലും ഞങ്ങൾ വളരെ പതുക്കെ സാവധാനത്തിൽ ആ തൃക്കാലുകളെടുത്ത് ഞങ്ങൾ ധരിച്ചോളാം. എന്താണ് ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ, ഇപ്പം അങ്ങ് ആ കാട്ടിൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാവില്ലേ ഞങ്ങളെ കാണാതെ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട്? അങ്ങയുടെ മൃദുലമായിട്ടുള്ള പാദങ്ങളിപ്പോൾ മൂർച്ചയുള്ള കല്ലുകളിൽ തട്ടി വേദനിക്കുന്നുണ്ടാവുമോ?
എന്നാലോചിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ ഭ്രമിക്കണോ ഭഗവാനെ. അങ്ങ് ഞങ്ങളുടെ പ്രാണനല്ലേ, അങ്ങാകുന്ന പ്രാണനോട് കൂടിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് അങ്ങയുടെ പാദത്തിന് എന്തെങ്കിലും ഒരു മുറിവ് തട്ടിയാൽ എങ്ങനെ സഹിക്കാൻ സാധിക്കുക? പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ എന്താണ് അർത്ഥം? എന്ത് ഫലമുണ്ടാകും? ഇങ്ങനെയൊക്കെ വളരെയധികം ഖേദപൂർവ്വം പരസ്പരം സംസാരിച്ചുകൊണ്ട് ഗോപികുമാര് വല്ലാതെ കരഞ്ഞു. ആ ഭഗവാനുള്ള ഉള്ള പരിശുദ്ധ പ്രേമാണ് അവിടെ കാണുന്നത്. ആ പരിശുദ്ധ പ്രേമത്തിൻ്റെ പരമമായിട്ടുള്ള കാഷ്ഠയിൽ എത്തിച്ചേർന്നു ഗോപികുമാർ. ഇതിലപ്പുറം ഇനി ഒന്നും പറയാനില്ല എന്ന് പറയാണ് ശ്രീ ശിവപുരം മഹർഷി. അങ്ങനെ വളരെയധികം വിരഹമായിട്ടുള്ള ആലാപങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഭഗവാന് മനസ്സിലായി ഈ ഗോപികമാരുടെ നിസ്വാർത്ഥ ഭക്തി. അങ്ങനെയുള്ള ഗോപികമാരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് അവരെ ആശ്വസിപ്പിച്ചു എന്ന് പറയുകയാണ്. അതൊക്കെ അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കും. താസാം ആവിരഭൂച്ചൗരീ സ്മയമാനമുഖാംബുജാം പീതാംബരസരസ്രഗ്വി സാക്ഷാൻ മന്മഥമന്മഥാം. മന്മഥൻ്റെയും കൂടി മന്മഥനായിട്ടുള്ള, കാമദേവൻ്റെ പോലും കാമദേവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വിരഹദുഃഖം കൊണ്ട് ദുഃഖിക്കുന്ന ഈ ഗോപികുമാരുടെ മുമ്പിൽ മറഞ്ഞിരുന്നു. അവിടേക്ക് ഉണ്ടായിരുന്നു ഭഗവാൻ, അവർക്ക് കാണാൻ പറ്റിയിരുന്നില്ല എന്ന് മാത്രം. ആ ഗോപികുമാർക്ക് സന്തോഷം പകർന്നു കൊടുക്കുന്ന ഏത് രൂപമാണോ വേണ്ടത് ആ രൂപം സ്വീകരിച്ചുകൊണ്ട്, അതിനേക്കാൾ മനോഹരമായിട്ട് രൂപം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷനായി എന്നർത്ഥം. അത് അടുത്ത അധ്യായത്തിലാണ് നമ്മൾ വർണ്ണിക്കാനായിട്ട് പോകുന്നത്. എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കണോ. എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.